എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന റെസിപ്പി ഒരു വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പോലും വളരെ ഇഷ്ടത്തോടുകൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ച നീണ്ട വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനി വാടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും വളരെ ചെറിയ എമൗണ്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല വഴുതനങ്ങയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളകും വഴുതനങ്ങയാണ് അത് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ധാരാളം ഉള്ളിലൊക്കെ ധാരാളം പുഴുക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നന്നായിട്ട് നോക്കി ഇതുപോലെ നീളത്തിൽ ഇതുണ്ടോ, ഇതുപോലെയാണ് നമ്മൾ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, വളരെ പൊടിയായിട്ട് വേണ്ട, കാരണം കുറച്ച് നേരം ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടായി. പിന്നെ ഈ വഴുതന അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും അത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ പാത്രത്തിലേക്ക് കഴുകി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കറയുണ്ട്. ആ കറ കളഞ്ഞാലാണ് വഴുതനങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു കളർ അങ്ങ് മാറും അല്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ അരിഞ്ഞ വഴുതനങ്ങയെല്ലാം നമ്മൾ അപ്പം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ കഴുകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം മൊത്തത്തിൽ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു 4-5 മിനിറ്റ് നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കുവാണ് കേട്ടോ. ഇട്ട് വെച്ച ശേഷം ആ വെള്ളം കണ്ടോണേ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കറ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. കഴുകി 2-3 വട്ടം കഴുകി വാരിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് കറി വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴുതനങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വയലറ്റ് വഴുതനങ്ങ ഉപയോഗിക്കാം, ഏത് വഴുതനങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് പച്ച വഴുതനങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഉപയോഗിച്ചിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ടൊരു 3-4 വട്ടം കഴുകുക. ഇത് കണ്ടില്ലേ, നോക്കിയേ, നമ്മളിപ്പോൾ ഒരു 4-5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചപ്പോഴത്തേക്കും വഴുതനങ്ങയിലുള്ള കറ പൂർണ്ണമായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഈ വെള്ളം മാറ്റിയിട്ട് 3-4 വട്ടം നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അതേ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് കോരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ ആ വലിയ പാത്രത്തിലെ വെള്ളത്തിലും കൂടി ഇട്ടിട്ട് ഒരു വട്ടം കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ഏറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇങ്ങനെ കഴുകിയെടുക്കും തോറും ഇതിൻ്റെ കറ പോകും തോറും ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. കണ്ടോ, ഇതുപോലെ കറയുണ്ടായിരുന്നു ആ വഴുതനങ്ങ. ഇതെല്ലാം വഴുതനങ്ങയിലും കാണും കേട്ടോ ഇങ്ങനെ ഒരു കറ. അപ്പോൾ ഇങ്ങനെ നമ്മളത് ഫ്രൈ ചെയ്യാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും ഒക്കെ ഇതുപോലെ കറ കളഞ്ഞ ശേഷം മാത്രം എടുക്കുക കേട്ടോ. അതിപ്പോൾ നമ്മൾ 3-4 വട്ടം കഴുകി വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണോ വേണം, ഞാനിപ്പോൾ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട് വഴുതനങ്ങ. ചെറിയ വഴുതനങ്ങയാണ്. അത് നന്നായിട്ട് കഴുകി കറിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പിഴിപുളിയാണ് കേട്ടോ. സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളി. ഒരു നെല്ലിക്ക വലിപ്പത്തിലും കുറച്ചും കൂടി അളവിൽ കൂടുതലെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തു. ആ പുളിവെള്ളം നന്നായി തിളച്ചപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പും പുളിയും തിളയ്ക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ വഴുതനങ്ങ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ അരിഞ്ഞു വെച്ചതും കൂടി ഈ പുളി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ വെള്ളമൊക്കെ വറ്റി നല്ലോണം തിളച്ച് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം കേട്ടോ ഈ വഴുതനങ്ങയിലേക്ക്. അപ്പോൾ വഴുതനങ്ങ മുഴുവനായിട്ടും കഴുകി വാരി ഇട്ട് കൊടുത്തു. പുറത്ത് നമ്മൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളത്തിലേക്ക് നമ്മൾ വഴുതനങ്ങ ഇട്ടു. അതിലേക്ക് ഒരു സവോള ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ അതിലേക്കൊരു 5-6 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു വഴുതനങ്ങ പുളിവെള്ളത്തിൽ വേവിക്കുമ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന ആ ഒരു പരുവം വരില്ല കേട്ടോ. എന്നാൽ അത്യാവശ്യം വേവുകയും ചെയ്യും. നല്ല ഈ എരിവും പുളിയും എല്ലാം ഇതിലേക്ക് ഈ കഷ്ണങ്ങളിലേക്കും ഈ ചാറിലേക്കൊക്കെ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പതുക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകിയിട്ട് വരാം. അത്യാവശ്യം തീ കത്തുന്നുണ്ട്. ഇനി ഇത് തിളച്ചിതൊന്ന് വേവട്ടെ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പല്ല, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ തേങ്ങ ചേർക്കുമ്പോൾ അതിലേക്ക് ശകലം ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു പാകത്തിന് ചേർക്കുക. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇവിടെ കിടന്ന് ഈ വഴുതനങ്ങ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളിതിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വറ്റി നല്ല ചേർന്ന് വരട്ടെ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ കറിക്ക്
നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കറിച്ചട്ടി തൊട്ടടുത്തുള്ള തീ പോകുന്നത് തന്നെ എൻ്റെ കണ്ണിയടുപ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. കണ്ണിയടുപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കില്ലേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ മെയിനായിട്ടുള്ള അടുപ്പിനോട് ചേർന്ന് ഈ അടുപ്പിൽ തന്നെ കത്തിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നന്നായിട്ട് തീ വരും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അത്യാവശ്യം വെള്ളം വറ്റി കഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നപ്പോൾ തേങ്ങ, അതുപോലെ തന്നെ നമ്മുടെ ഈ കറിയുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 6-7 എണ്ണം. അതിന് പുറമെ ഈ ഒരു കറിയുടെ എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക്, അതായത് ഡ്രൈഡ് റെഡ് ചില്ലീസും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിക്കുള്ള ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ആ വലിയ ജീരകം സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈഡ് ചില്ലി ഒന്നും ഇല്ല എങ്കിൽ ഇതിന് പകരം ഈ തേങ്ങ വറുത്ത് തേങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർക്കുന്ന പച്ചമുളകിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളെന്താണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് റെഡ് ചില്ലി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതാണ് ഇട്ട് കൊടുത്തത്. ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി 4 എണ്ണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. തീ കുറയ്ക്കുക. അടുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വിറക് മാറ്റി വെച്ചാൽ മതി. ഇത് കണ്ടില്ലേ, അപ്പം അത്യാവശ്യം നല്ല കനലുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിനനുസരിച്ചാണ് കനലുകൾ വിറകെടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിനനുസരിച്ചാണ് ഇത് തീ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു തീയിലിടേണ്ട, അത് നല്ല കനലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഈ മുളകും പിന്നെ ചെറിയുള്ളിയും സൈഡ് അടുപ്പിലിരുന്നിട്ട് നമ്മുടെ വഴുതനങ്ങ വറ്റി വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒന്ന് പറ്റി ചേർന്ന് വന്നോട്ടെ. അപ്പോൾ അവിടേക്കും ഈ പറഞ്ഞ പോലെ അധികം തീ വരുന്നില്ല. അധികം തീ വരുവാണെങ്കിൽ നമുക്കതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടന്ന് മൂക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ കറിവേപ്പിലേൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വലിയ ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. വലിയ ജീരകം സ്കിപ്പ് ചെയ്യരുത്, അതാണ് ഈ കറീൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അസാധ്യമായ മണമാണ്. കാരണം ഇത് വിറകടുപ്പിലും കൂടി ആകുമ്പോൾ ഗ്യാസിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീ കത്തിയിട്ട് ഒറ്റ അടിക്കുള്ളൊരു മൂക്കലല്ലേ. പക്ഷേ ഇത് വിറകടുപ്പിൽ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഇതിൽ മാത്രമാണ് തീ വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കറീൻ്റെ ടേസ്റ്റ് ബേസിലാണെങ്കിൽ അത് നന്നായിട്ട് നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ നല്ലോണം ഇങ്ങനെ തേങ്ങ മൂത്ത് വരുന്ന ഈ ഒരു ടൈമിൽ ആദ്യം നമ്മൾ 4 അല്ലി ചെറിയുള്ളി ചേർത്ത് ഈ സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും കൂടി 4 അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ചുവയൊക്കെ ടേസ്റ്റ് നമുക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അത് എണ്ണം വേണേൽ കുറച്ച് ഒന്നാക്കാം. അല്ലെങ്കിൽ ഇനി ഇതിലും കൂടുതൽ നന്നായിട്ട് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് വേണ്ടവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളൊരു മീഡിയം അളവാണ് പിന്നെ ടേസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. 4 ഒരുപാടങ്ങ് മുന്നിട്ട് നിൽക്കുകയില്ല. അപ്പോൾ 4 എണ്ണം വെളുത്തുള്ളി 4 എണ്ണം ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട്. റെഡ് ചില്ലീൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 10-12 റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നമ്മുടെ കണ്ണിയടുപ്പിലിരിക്കുന്ന വഴുതനങ്ങ നന്നായിട്ട് അത്യാവശ്യം നന്നായി പറ്റി തോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയാവും. ഇനി ആ വഴുതനങ്ങ കറിൻ്റെ ഇത് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഇനി അത് ഒരുപാട് വറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും അളവ് തന്നെ കറി ചേർക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും, ചൂടുവെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, തേങ്ങേൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ വഴുതനങ്ങാക്കറി ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചു കേട്ടോ. വേറെ സ്ഥലത്തേക്ക് മാറ്റി. കാരണം അവിടെ നല്ല കനലുള്ളത് കൊണ്ട് തന്നെ അത് വറ്റി തോർന്നു പോയാൽ നമുക്ക് പിന്നീട് അത്രയും അധികം എമൗണ്ട് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കറിക്ക് അത്ര നന്നായി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൂത്ത് ഓരോ തേങ്ങൻ്റെ തരിയും നന്നായിട്ട് ഡ്രൈ ആയി ആ വെളിച്ചെണ്ണേൻ്റെയും നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാത്തിൻ്റെയും കൂടി ഉള്ള ഒരു രുചി ഒരുമിച്ചായി വരുന്നുണ്ട്. അത്യാവശ്യം മൂത്ത് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തേങ്ങ അത്യാവശ്യം മൂത്തിട്ടാണ് ചേർത്ത, കാരണം ഇത് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള തേങ്ങ ബാക്കി ബ്രൗൺ കളർ നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആവുന്നവരെയാണ് നമ്മൾ മൂപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു മല്ലിപ്പൊടിയും കൂടി വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4 എണ്ണം,
ചെറിയുള്ളി 4 ഒരു 12 റെഡ് ചില്ലി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകം, അതായത് വലിയ ജീരകം 1 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ പെരുംജീരകം ചേർക്കുമ്പോൾ എന്ത് നമ്മൾ വറുത്തരയ്ക്കുന്ന കറിയിലാണെങ്കിലും പെരുംജീരകം ചേർക്കുമ്പോൾ അത് എണ്ണയിൽ ആദ്യം ചേർത്ത് അത് മൂപ്പിക്കാനായിട്ട് ഓർക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് മതിയാവും. കാരണം എന്താ വെച്ചാൽ ഇനിയും വെച്ചിരുന്നാൽ ഇനി ഈ ഒരു തേങ്ങേൻ്റെ ചൂടിൽ നമ്മളത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ പ്ലേറ്റിലിരുന്ന് ഒന്നുകൂടി ഇതൊന്ന് ഡാർക്കായി വരും കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ ഈ തേങ്ങ വന്നിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ ഇത് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് സ്പ്രെഡായി നമ്മളെ ദേഹത്തൊക്കെ തെറിക്കാനും പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല ചൂടായ ശേഷം ഇത് കണ്ടോ, ഇതുപോലെ അധികം വെള്ളം ഒഴിക്കാതെ നല്ല ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് നമ്മൾ ഒട്ടും തരിതരിപ്പില്ലാതെ അരച്ചെടുത്തു. വീണ്ടും നമ്മുടെ കറി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇത് കണ്ടോ, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ ആ പുളീൻ്റെ പച്ചമണമൊക്കെ മാറി ആ വഴുതനങ്ങേൻ്റെ ടേസ്റ്റും എല്ലാം കറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത തേങ്ങേൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയല്ലേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല കിടിലൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നമ്മൾ ഇന്ന് വെക്കുവാണെങ്കിൽ വൈകുന്നേരം വെച്ചിട്ട് പിറ്റത്തെ ദിവസം ഉച്ചയ്ക്കൊക്കെയാണ് കൂട്ടുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി രുചിയിലേക്ക് മാറും. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണ്. ഇതിനി നമ്മൾ വറുത്ത് ചേർക്കുകയോ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചേർക്കുകയോ ഒന്നും താളിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടും കേട്ടോ. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങളെല്ലാവരും. നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഒരുപാട് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ വായിക്കാനും റിപ്ലൈ ചെയ്യാനും മറന്നു പോകുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.